പ്രകാശ് സിംഗ് ബാദൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഗംഗവാൾ കരാറിനെ എതിർക്കുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. നഷ്ടം കോൺഗ്രസിന്. പഞ്ചാബ് കൈവിട്ടുപോയി. പഞ്ചാബ് ബാദലിൻ്റെ കയ്യിലായി, അകാലിൻ്റെ കയ്യിലായി. രാജീവ് ഗാന്ധി ദുഃഖിച്ചില്ല. പഞ്ചാബിൽ കോൺഗ്രസിന് ഭരണം പോയെങ്കിൽ പോട്ടെ, താൽക്കാലികമാണ്, തിരിച്ചു വരും. പക്ഷേ പഞ്ചാബിൽ സമാധാനം ഉണ്ടാകട്ടെ. രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി പിന്താങ്ങി. അടുത്തത് ആസാം. രക്തപ്പുഴയാണ്. ആസാം ഗണപരിഷത്തിന് നേതൃത്വം നടക്കുന്ന സമരം, AGPയുടെ സമരം, തീവ്രവാദികളുടെ ശ്രമങ്ങൾ, രക്തം രക്തം എവിടെ നോക്കിയാലും. നെല്ലി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ മാത്രം 2000 പേർ കൊല്ലപ്പെട്ടു. രാജീവ് ഗാന്ധി തീരുമാനിച്ചു ഇതിനവധി വരുത്തണം. സമാധാന ചർച്ചകൾക്ക് അദ്ദേഹം മുൻകൈയെടുത്തു. ഫലമെന്താണ്? സമാധാനത്തിന് പ്രഫുല്ല മഹന്ത അടങ്ങിയ നേതാക്കന്മാർ തയ്യാറായി. ഒരു വില മാത്രം. അന്നത്തെ മുഖ്യമന്ത്രി ഹിതേശ്വർ സൈക്കിയുടെ ഗവൺമെൻറ് രാജിവെക്കണം. അവിടെ വീണ്ടും ഇലക്ഷൻ നടത്തണം. വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിയ കാലഘട്ടത്തിൽ AGPയുടെ അനുയായികൾ രാജ്യമാകെ നിറഞ്ഞു കവിഞ്ഞ അന്തരീക്ഷത്തിൽ ഇലക്ഷൻ നടത്തിയാൽ കോൺഗ്രസ് തോക്കും ഉറപ്പാണ്. രാജീവ് ഗാന്ധി തീരുമാനിച്ചു കോൺഗ്രസ് തോറ്റാലും ആസാമിലെ രക്തപ്പുഴ ഒടുക്ക് അവസാനിപ്പിക്കണം. അദ്ദേഹം മുഖ്യമന്ത്രിയായ സൈക്കിയോട് പറഞ്ഞു, രാജിവെക്കൂ, സ്ഥാനം രാജിവെക്കൂ. അവിടെ ഇലക്ഷൻ നടത്തി. പ്രഫുല്ല മഹന്ത മുഖ്യമന്ത്രിയായി. അങ്ങനെ സ്വന്തം പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് പോയി. രാജീവ് ഗാന്ധി തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി പിന്താങ്ങി. നേതാവിൻ്റെ ആജ്ഞ ആസാമിലെ മുഖ്യമന്ത്രി ഹിതേശ്വർ സൈക്യ അക്ഷരം പ്രതി അനുസരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം മിസോറാമിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ടു. കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ചരിത്രത്തിൻ്റെ ഭാഗം. അതിർത്തി സംസ്ഥാനമായിട്ടുള്ള മിസോറാം, അവിടെ സായുധ വിപ്ലവം, ലാൽ ലങ്കയുടെ നേതൃത്വത്തിൽ സായുധ കലാപമാണ്. കലാപം, രക്തപ്പുഴ, കുട്ടക്കുരുതി. രാജീവ് ഗാന്ധി അവിടെയും സമാധാനം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ലാൽ ലങ്കയുമായി ചർച്ച ആരംഭിച്ചു. ലാൽ ലങ്കയും കലാപത്തിൽ കൊണ്ട് മടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, സമാധാനം തയ്യാർ, പക്ഷേ ഒരു കണ്ടീഷൻ. അപ്പോഴത്തെ മുഖ്യമന്ത്രി ലാൽ തൻഹവാൽ രാജിവെക്കണം, എന്നെ മുഖ്യമന്ത്രിയാക്കണം. രാജീവ് ഗാന്ധി സമ്മതിച്ചു. സമ്മതിച്ചെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയായ ലാൽ തൻഹവാലയുടെ കലാപകാരിയായ ആയിരുന്ന ലാൽ ലങ്കയുടെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയാകാൻ പറഞ്ഞു. അതും അദ്ദേഹം അനുസരിച്ചു. അതാണ് രാജീവ് ഗാന്ധിയുടെ തീരുമാനം. പാർട്ടി താല്പര്യത്തേക്കാൾ രാജ്യം വലുത്, ജനങ്ങൾ വലുത്, സമാധാനം വലുത്. അദ്ദേഹത്തിന് തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരു പാർട്ടി അംഗീകരിക്കാനും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനും എതിരാളുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറുള്ള മുഖ്യമന്ത്രിമാർ. അതാണ് ഈ രാജ്യത്തിൻ്റെ പഴയകാല പാരമ്പര്യം. രാജീവ് ഗാന്ധിക്ക് സ്വന്തം താല്പര്യത്തേക്കാൾ, പാർട്ടി താല്പര്യത്തേക്കാൾ ഇന്ത്യയാണ് വലുത്. രാജ്യത്തിൻ്റെ ഐക്യം, സമാധാനം, അതാണ്.
ഈ കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ആ ഉയർന്ന മനസ്സിൽ തന്നെ നമ്മുടെ മഹാനായ നേതാവ്, ആ മഹാനായ പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു? ഇന്നത്തെ ഭരണാധികാരികൾ പാർട്ടി താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു, തമ്മിലടിപ്പിക്കുന്നു, ധ്രുവീകരിക്കുന്നു. അതാണ് തമ്മിലുള്ള വ്യത്യാസം.